കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഇട്ടിരുന്നു. കർണാടകയിൽ സർട്ടിഫിക്കറ്റും പണവും കുടുങ്ങിപ്പോയവർ എന്നെ ബന്ധപ്പെടുക തിരിച്ച് കിട്ടാനായിട്ട്. പലരും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരെ ബന്ധപ്പെട്ട്. സമയക്കുറവുണ്ട്, പലരോടും പലതും പറഞ്ഞു കൊടുത്തു, പലരും അതുപോലെ പ്രവർത്തിച്ചിട്ടില്ല. എന്നാലും മറുപടി കിട്ടാതെ ദയവായിട്ട് ക്ഷമിക്കുക. നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം. ഞാൻ ഈ വിളിച്ചു പറഞ്ഞ ഏജന്റുമാരോ കോളേജ് മാനേജ്മെൻറ്റോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരത്തില്ല. നിയമപരമായിട്ട് മുമ്പോട്ട് പോകുക. നിങ്ങൾ ഉറച്ചു നിൽക്കണം ദയവായിട്ട്. എങ്കിൽ നിങ്ങളുടെ പിന്തുണ, നിങ്ങൾ മുമ്പോട്ട് വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. അതൊന്നും മനസ്സിലാക്കിയിട്ട് പിന്നെ എന്നെ ബന്ധപ്പെടുന്ന ദയവായിട്ട് കോളേജ്, ഏത് വർഷം, ഏത് കോഴ്സ്, പണം കൊടുത്തതിൻ്റെ രേഖകൾ എന്തെങ്കിലും ഉണ്ടോ, ആരുടെ കൈവശം പണം കൊടുത്തു, കോളേജ് നേരിട്ടടച്ചോ അതോ ഏജന്റ് കൈവശം കൊടുത്തോ, ഇനി സർട്ടിഫിക്കറ്റ് സ്ഥാപനക്കാർ മേടിച്ചതിൻ്റെ എന്തെങ്കിലും രേഖകൾ നിങ്ങൾ തന്നിട്ടുണ്ടോ, ഇതൊക്കെ വിശദീകരിച്ച് പറഞ്ഞു തരിക. പിന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്ഥാപനങ്ങൾക്കും അവരുടെ സ്വന്തമായ ഫീസ് സ്ട്രക്ചർ നിശ്ചയിക്കാൻ സാധ്യമല്ല. ഓരോ സംസ്ഥാനത്തിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. അവരാണ് വിവിധ കോഴ്സുകൾക്ക് ഫീസ് നിശ്ചയിക്കുന്നത്. അതിൽ 1 രൂപ വാങ്ങിച്ച അത് കുറ്റകൃത്യമാണ്. അതൊന്നും മനസ്സിലാക്കണം. UGCയുടെ നിയമപ്രകാരം നിങ്ങൾ 1-2 വർഷമൊക്കെ ആയി കഴിഞ്ഞാൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പകരം ഈ വർഷം എടുത്തവരാരെങ്കിലും അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രസ്തുത കോഴ്സിൻ്റെ അവസാനത്തെ അഡ്മിഷൻ്റെ സമയം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് പരാതി ബോധിപ്പിച്ചിരിക്കണം. നിങ്ങൾ ഏത് കോഴ്സാണ്, ഉദാഹരണം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോഴ്സാണെങ്കിൽ പരാതിയുടെ ഒരു കോപ്പി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് അയക്കണം, മറ്റൊരു കോപ്പി കർണാടക ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അയക്കണം, മറ്റൊരു കോപ്പി UGCക്ക് അയക്കണം. മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിൽ, അതായത് നേഴ്സിംഗ്, അലൈഡ് സയൻസ്, ഫിസിയോതെറാപ്പി, ഫാർമസി, ഇതൊക്കെ ആണെങ്കിൽ പരാതി അയക്കുമ്പോൾ ഒരു കോപ്പി യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്ക് അയക്കണം, മറ്റൊരു കോപ്പി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കർണാടക അയക്കണം, മറ്റൊരു കോപ്പി UGCക്ക് അയക്കണം. എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ നിങ്ങൾ പലരും എന്നെ വിളിച്ചു എനിക്ക് സൗകര്യമുണ്ടോ, വാങ്ങിച്ച, ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിളിച്ചു പറഞ്ഞാൽ കോളേജുകാരും ഏജന്റുമാരും തരത്തില്ല. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി ചെയ്യാം. നിങ്ങൾ ഏത് ഏജന്റാണോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തതെന്ന് അവനോട് പറയുക, മര്യാദയ്ക്ക് സർട്ടിഫിക്കറ്റ് പണവും തിരിച്ചു തരാൻ. ഇല്ലേ നിങ്ങൾ ഇവരുമായിട്ട് നടത്തിയിരിക്കുന്ന സാമ്പത്തിക ഇടപാടോ മറ്റേതെങ്കിലും കാര്യങ്ങൾ തെളിവുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ്, നിങ്ങളെ പറ്റിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം. ഒരു പേടിയില്ല.